കേരളത്തിൽ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു രോഗം വല്ലാതെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിയമസഭയിലടക്കം നമ്മുടെ നിയമസഭാ സമ്മേളനം നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ മാത്രത്തിലുള്ള വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നു, മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാൻ മലബാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ കണ്ണിയൻ ബിനൂബ് സാറാണ്. സർ, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സർ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു രോഗം വല്ലാതെ വ്യാപകമാകുന്നു എന്നൊരു ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ രോഗം? എന്തുകൊണ്ടാണ് ഇത് ഇത്ര വ്യാപകമായ രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? അമീബിക് മസ്തിഷ്ക ജ്വരം ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഒരു പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ടതാണ്. നമുക്കറിയാം, അണുബാധ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പം അത് ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, പാരസൈറ്റ് ആവാം, പ്രോട്ടോസോവ ആവാം, വൈറസ് ആവാം. അപ്പം പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട ഒരു അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. രണ്ട് തരത്തിൽ നമുക്ക് അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ്, രണ്ടാമത് ഗ്രാനുലോമാറ്റസ് അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. അപ്പം ഇതിൽ തന്നെ ഏറ്റവും ഇപ്പോൾ വ്യാപകമായിട്ട് പടരുന്നത് കാണുന്നത് നഗ്ലേറിയ ഫൗലേരി, അതുപോലെ അക്കന്തമീബ, പിന്നെ അതുപോലെ വെർമബീമ എന്നിങ്ങനെ പേരുള്ള കുറച്ച് വകഭേദങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. ഇത് പൊതുവെ ഈ കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അതുപോലെ നമ്മളെ സ്വിമ്മിംഗ് പൂള്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. റൈറ്റ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ കേട്ടിരുന്നത് ഈ കുളങ്ങളിൽ നിന്ന് കുളിക്കുന്നതിനിടയിൽ അണുബാധയുണ്ടായി, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അണുബാധയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈയിടത്തായി ചെറിയ 4 മാസം പ്രായമായ ഒരു കുഞ്ഞിന് വരെ അണുബാധ ഉണ്ടായതായി കേൾക്കുന്നു. അപ്പോൾ ഇത് കുളങ്ങളിൽ നിന്നും മാത്രമല്ല എന്നുള്ള രൂപത്തിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെ സാധ്യതകളാണ്? അല്ലേ, ഡെഫിനറ്റ്ലി ഒരുപാട് അല്ലാത്ത സാധ്യതകളും ഉണ്ട്. നമ്മൾ ചരിത്രത്തിലോട്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ 1912 അലക്സിസ് ആദ്യമായിട്ട് ഈ നഗ്ലേറിയ ഫൗലേരിയെ നഗ്ലർ എന്നുള്ള ഒരു പേര് നാമധേയം കൊടുക്കുകയും അതിനുശേഷം 1965 ഫൗളർ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ ബാക്കിയൊരു അമീബനെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് US-ലും പാകിസ്ഥാനിലുമാണ്. പക്ഷേ രണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. US-ലത് ടാപ്പ് വാട്ടറിൽ നിന്നാണെങ്കിൽ നേരെ മറിച്ച് പാകിസ്ഥാനിൽ കെട്ടിക്കിടക്കുന്ന മലിനവെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോവിഡാനന്തര കാലത്തിലാണല്ലോ നമ്മളുള്ളത്. അതുപോലെ ഒരുപാട് ജനസാന്ദ്രത ഉള്ള ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ ആളുകൾ വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഹോം സ്റ്റേസിലൊക്കെ പോകുമ്പോൾ അവിടെ മര്യാദയ്ക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാത്ത, ക്ലോറിനേറ്റ് ചെയ്യാത്ത ഈ പൂളുകളിൽ കുളിക്കുക, അതേപോലെ കൾച്ചറലി നമുക്ക് ഇപ്പം അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഉള്ള നമ്മുടെ ഈ വെള്ളങ്ങൾ ഉണ്ട്, അത് നമ്മൾ നസ്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും അതൊക്കെ ഒരു ചെറിയ ചെറിയ ശതമാനമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കുളങ്ങളിലും. കാരണം ഇത് ഈ ശാസ്ത്രം അതിനുപയോഗിക്കുന്ന ടേം ഈ അമീബ യുബിക്വിറ്റസ് എന്നാണ്. അതിനാൽ സർവ്വവ്യാപിയാണ്. ഇത് സോയിലിലും നമ്മളെ മണ്ണിലും കുളത്തിലൊക്കെ ഒരു നാച്ചുറലി കാണുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അത് ശരീരത്തിൽ കയറിയെന്ന് വിചാരിച്ചിട്ട് അസുഖം വരണമെന്നില്ല. പക്ഷേ ചില സാഹചര്യത്തിൽ ആ ഒരു അമീബ നമ്മുടെ ഈ മൂക്കിൻ്റെ ദ്വാരത്തിലൂടെയാണ് കയറുക. മൂക്കിൻ്റെ ദ്വാരം, അതുപോലെ നമ്മുടെ സൈനസിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് തലച്ചോറിലെത്തിയിട്ട് അവിടെ ഒരു ആബ്സസ് അഥവാ ഒരു പഴുപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് നമ്മളെ തലച്ചോറിനെ ഒരു നശിപ്പിക്കുന്ന രീതിയാണ് കാണുന്നത്. കാരണം സാധാരണ അത് മലിനജലത്തിലെ ഈ ബാക്ടീരിയനൊക്കെ ആയിരിക്കും ഭക്ഷിക്കുക. അതുപോലെ ഈ അമീബനെ ഭക്ഷിക്കുന്ന ചെള്ളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു സന്തുലിതാവസ്ഥ ഉണ്ട്. ആ തുലനാവസ്ഥ അതിൽ ഒരു ബ്രീച്ച് അഥവാ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെയാണ്. കാരണം നമ്മിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പിന്നെ മനുഷ്യന്മാർ വനത്തിലെ മൃഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമുക്കറിയാം, ഒരു വൺ ഹെൽത്ത് അപ്രോച്ച് പലപ്പോഴും നമ്മൾ ഒരു ചിന്താഗതിയിൽ ഒരു വിഭാവന ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഒരുപാട് പുറകോട്ടാണ്. അപ്പം അതിലോട്ടൊക്കെ ഒരുപാട് ചുവടുവെപ്പ് എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് നാം ഇത് മനസ്സിലാക്കുന്നത്.
റൈറ്റ്. ഈ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാൽ ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഒരു ക്യൂറബിൾ അല്ല എന്ന് പറയാൻ, അതായത് ഇതിൻ്റെ ഒരു മരണസാധ്യത കൂടുതലാണ് എന്ന് പറയുന്നുണ്ടല്ലോ. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം 97% നമ്മളിതിൻ്റെ ഒരു കേസ് ഫെറ്റാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക് കാണുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം എടുത്ത കേസസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 27% ആണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 39 രാജ്യത്ത് ഇത് വ്യാപകമായിട്ടുണ്ട്. പക്ഷേ മീൻസ് ഒറ്റം തെറ്റായിട്ടുള്ള ഉണ്ടായിരുന്നു. പക്ഷേ വ്യാപകമായിട്ട് നമ്മൾ കേരളത്തിലൊക്കെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. 2016 ആദ്യത്തെ കേസ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 2023 വരെ നമുക്ക് ഒരു 8 കേസൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു 2 കൊല്ലത്തിൽ ഒരു 80ഓളം കേസ് വന്നു. ഇപ്പോൾ നമ്മൾ ഈ കൊല്ലം മാത്രം എടുക്കുകയാണെങ്കിൽ 69 കേസ്, അതിൽ 19 മരണം. അതുപോലെ ഈ ഒരു മാസം എടുത്തു നോക്കുകയാണെങ്കിൽ 22 കേസ്, അതിൽ ഒരു 9 മരണം. അതിൽ തന്നെ നമുക്ക് ആ കേസുകളിൽ തന്നെ കോഴിക്കോട് 8 ആളോളം നമുക്ക് ഇവിടെ അഡ്മിറ്റായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പം നിപ്പ അതുപോലെ ഈ നെഗ്ലിയറ ഫൗലേരിയൊക്കെ നമ്മുടെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു അസുഖമായിട്ടാണല്ലോ നമ്മൾ എണ്ണത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഗവേഷണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാർക്കും അതുപോലെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനും തന്നെയാണ്. ആ രീതിയിലോട്ട് ICMR പിന്നെ ഒരു ഗവേഷണത്തിന് വേണ്ടിയുള്ള ഒരു പുറപ്പാട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം ഇപ്പം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ അതിൻ്റെ എപ്പിഡമോളജിക്കൽ സ്റ്റഡി, അതിൻ്റെ കൂടെ തന്നെ ഒരു ജനറ്റിക് സ്റ്റഡിയൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്കത് നല്ല രീതിയിൽ വന്ന് വഹിക്കുകയാണെങ്കിൽ എന്താണ് ആ തക്കതായ കാരണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പം ഇപ്പം 2025 തന്നെ പിന്നെ ജേർണൽ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നല്ലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഏകദേശം ലോകത്ത് 488 രാജ്യങ്ങളോളം 488 കേസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 2025 വന്ന ഒരു ജേർണലിൽ വന്നൊരു കാര്യമാണ്. അപ്പം അതിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ അസിഡിറ്റി, ആൽക്കലിനിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ലെപ്റ്റോസ്പൈറ, നമ്മൾ എലിപ്പനി എന്ന് പറയുന്ന അസുഖമുണ്ടാക്കുന്ന ആ ഒരു സ്പൈറോക്കീറ്റിൽ പെട്ട ഒരു അണുവാണ്. അതിന് ഈ ആൽക്കലൈൻ നേച്ചറിൽ കൂടുതൽ അത് വളരും. ഇപ്പോൾ ഈ അമീബ, ഇപ്പോൾ നെഗ്ലേറിയ ഫൗലേറിയ തന്നെ 25 to 45 ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിലാണ് കൂടുതൽ വളരുന്നതായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ഒരു മാറിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രളയം ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ നല്ല രീതിയിൽ പെയ്യും, പക്ഷേ അത് കഴിഞ്ഞ ഒരു ചൂട് വരും, അല്ല ഒരു വെയിൽ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഈ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുകയും അതിലുള്ള ഈ അമീബൻ്റെ എണ്ണം നല്ലതായിട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് നാം കാണപ്പെടുന്നത്. അതൊക്കെ കൊണ്ടാണ് ഇവിടെ കേസ് കൂടാൻ കാരണം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനോഭാവം മാറിയിട്ടുണ്ട്. ആളുകൾ ഈ ടൂറ് പോകുന്ന സമയത്തൊക്കെ ഈ ക്ലോസ്ഡ് പൂൾസ് ഒരുപാട്, അത് ശക്തമായിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റും കൂടി നമ്മൾ ആ ഒരു വിഷയത്തിൽ, അതേമാതിരി കുറച്ച് എത്തിക്കലി ഈ ഇതിൻ്റെ ഓണേഴ്സ്, ഇത് നടത്തുന്ന ഹോം സ്റ്റേസ് നടത്തുന്ന ഓണേഴ്സും അതുപോലെ അതിലെ ജീവനക്കാരും തന്നെ എത്തിക്കലി അവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനുവേണ്ടി മുൻകരുതലുകളും നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു അവസ്ഥാ രീതിയും കൂടി വരണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾക്ക് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? വെറും ഒരു പനി ബാധിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷേ ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ 2 ആരോഗ്യമന്ത്രിമാരും നിരന്തരം പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കാരണം നമുക്ക് ഇതിൽ പനി കാണാം, പിന്നെ അതുപോലെ തലവേദന, പിന്നെ ഡെലീരിയം, ഒരു തരം കൺഫ്യൂഷൻ, പിന്നെ ചിലപ്പോൾ സീഷറൊക്കെ വരാം. അപ്പം ഇങ്ങനത്തെ ഈ എൻകഫലൈറ്റിസ് എന്ന് പറയും നമ്മളിതിന്, അങ്ങനത്തെ സിൻഡ്രോംസ് നമ്മൾ പറയുന്നത് AES എന്നാണ് പൊതുവേ നമ്മളൊരു സിൻഡ്രോമിക് സർവൈലൻസിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് അസുഖങ്ങൾ വരും. അതിലൊന്നാണ് മെനിഞ്ചൈറ്റിസ്, ഒന്നാണ് വെസ്റ്റ് നൈൽ എൻകഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം, ജാപ്പനീസ് എൻകഫലൈറ്റിസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ അധികം തലവേദനയും പിന്നെ കഴുത്തുവേദന, തലവേദന, ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു അപസ്മാരം വരിക. അപ്പം ഇങ്ങനെ വരുന്ന രോഗങ്ങൾ
കറക്റ്റായിട്ട് അതിൻ്റെ പാനലിങ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പം ഈ കേസ് കൂടുന്നതിൻ്റെ ഒരു കാരണം വെച്ചാൽ നല്ല കൃത്യമായുള്ള ഡയഗ്നോസിസ് നടക്കുന്നുണ്ട്. അത് ശരിക്കും ഇവിടെയുള്ള ഡോക്ടർമാരെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ലക്ഷണങ്ങൾ കാണുമ്പം ഈ റയറായിട്ടുള്ള ഡിസീസസും വരാൻ സാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർ സാമ്പിൾ വിടും. CSF എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെയിനിലെ സ്പൈനൽ കോഡിൽ നിന്ന് എടുക്കുന്ന ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ എടുക്കുന്ന പിന്നെ ഒരു സ്പെസിമെനാണ് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതെടുത്ത് ലബോറട്ടറിക്ക് അയക്കും. ഏറ്റവും സിമ്പിളായി നമ്മളിവിടെ ചെയ്യുന്നത് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ ഒരു സിനുവസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഒരു മൂവ്മെൻ്റ് ഉണ്ട് ഇതിന്. അത് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേക മൂവ്മെൻറ്റ് കാണാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ലാബ് ടെക്നീഷ്യൻ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ള വലിയൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന PCR ആണ്. ഈ PCR ടെസ്റ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കോസ്റ്റ്ലിയാണ്. നമുക്ക് ആലപ്പുഴ അതുപോലെ ട്രിവാൻഡ്രമൊക്കെയാണ് അത് അധികം ഉള്ളത്. ഓക്കെ, അപ്പം അതന്നെ അവിടുന്ന് ഒരു കൺഫർമേഷൻ, ഒരു ബയോസേഫ്റ്റി ലെവൽ 4 എന്ന് പറയുന്ന ലാബ് നമുക്ക് NIV പൂനെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിപ്പ കണ്ടെത്തിയാലും നമ്മളൊരു ഫൈനൽ നമുക്കൊരു ഡിക്ലറേഷൻ കിട്ടണമെങ്കിൽ ബയോസേഫ്റ്റി ലെവൽ 4 പിന്നെ NIV പൂനെന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ആരോഗ്യമന്ത്രി അടക്കം ഒരു കേസ് കൺഫേംഡ് എന്നുള്ള ഒരു കാര്യം പറയുള്ളൂ. അപ്പം ആ സംവിധാനങ്ങളൊക്കെ നന്നാക്കേണ്ടതുമുണ്ട്. കാരണം കേരളം ഇപ്പോൾ ഒരുപാട് ഇതുപോലെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ പിന്നെ നല്ല രീതിയിലാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വൺ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു സെൻറ്ററും ഡോക്ടർ അനീഷ് TS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭനായ ഡോക്ടറെ ഒക്കെ അതിൻ്റെ ഏറ്റവും അമരത്ത് നിർത്തി. അതുപോലെ ഡോക്ടർ നവീൻ എന്ന് പറഞ്ഞിട്ടുള്ള മുന്നിവിടെ കാലിക്കറ്റ് DPM ആയിരുന്നു സാർ. അവരൊക്കെ ഒരു ടീം ബിൽഡ് ചെയ്ത് അവരൊക്കെ കാര്യക്ഷമമായിട്ട് ബാക്കി പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കാരണം ഇതിൽ ഹെൽത്തിന് ഒറ്റയ്ക്ക് മാത്രം നിൽക്കാൻ പറ്റില്ല. ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ വെറ്റിനറി ഡോക്ടേഴ്സ്, അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ്, ഇവരൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് വൺ ഹെൽത്ത് എന്നുള്ള ആശയത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ടീം ഏതായാലും ഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടി പ്രത്യേകിച്ച് മലബാർ ഏരിയ ഒന്നും കൂടി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ജാനകിക്കാടൊക്കെയാണ് നമ്മുടെ പേരാമ്പ്ര, ഞങ്ങളെ മലബാർ മെഡിക്കൽ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ബെൽറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെൽറ്റാണ്. അവിടെ നിന്നാണ് കൂടുതൽ കേസസൊക്കെ നമുക്ക് നിപ്പയൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു പ്രോപ്പർ സർവൈലൻസ് മെക്കാനിസം നമ്മൾ ഒന്നും കൂടി ഊർജിതമായി കൊണ്ടുപോകേണ്ടതുണ്ട്. നിലവിലുള്ള ഹെൽത്ത് മിനിസ്ട്രി ഇറക്കിയ ഗൈഡ് ലൈൻസ്, അതുപോലെ ഇവിടുത്തെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഇപ്പം നിലവിലെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പിന്നെ അവരിത് ഈ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ആയിട്ട് ലാബ് ടെസ്റ്റിന് വേണ്ടി വിടണം. അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയിലൊക്കെ ഇങ്ങനെ ഒരു ചലനമൊക്കെ കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ അത് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. IDSP എന്ന് പറഞ്ഞിട്ട്, അതുപോലെ IHIP പിന്നെ പറഞ്ഞ പോർട്ടലുകളുണ്ട് നമുക്ക്, HMIS എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ അത് ഗവൺമെൻറ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ എല്ലാ ഹോസ്പിറ്റൽസും DMO ലെവലിൽ ആ ഡേറ്റ അയക്കും. ആ ഡേറ്റ കമ്പൈൽ ചെയ്തിട്ട് എല്ലാ 14 ജില്ലയിൽ നിന്നും കമ്പൈൽ ചെയ്തിട്ട് അത് സ്റ്റേറ്റിൽ പോകും. അത് സ്റ്റേറ്റിൽ നിന്ന് സെൻറ്ററിൽ പോകും. സെൻറ്ററിൽ നിന്ന് ഈവൻ അത് ഇൻ്റർനാഷണൽ ലെവലിൽ വേണ്ട രീതിയിൽ അല്ല അങ്ങനത്തെ ഏജൻസി WHO പോലെ ഏജൻസീസിനൊക്കെ കൈമാറുന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇവിടെ ഒരു എക്സ്ട്രാ കേസിൻ്റെ ഒരു ലോഡ് നമ്മൾ സ്പോട്ട് മാപ്പിംഗ് എന്ന് പറയും, അങ്ങനെ എവിടെയെങ്കിലും കൂടുതൽ കാണുകയാണെങ്കിൽ സ്റ്റേറ്റിൽ നിന്നൊരു ടീം വരും. ഇനി അത് അതിൻ്റെ വീര്യം മീൻസ് അതിൻ്റെ ഒരു കോൺസിക്വൻസസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ സെൻട്രലിൽ നിന്ന് തന്നെ ടീം വരാറുണ്ട്. WHO ടീം ചിലപ്പം ചില അസുഖങ്ങൾക്ക് വരാറുണ്ട്. അങ്ങനെ നല്ലൊരു സംവിധാനം നമുക്ക് ഓൾറെഡി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഈ ലാബ് സംവിധാനങ്ങളും എക്യുപ്മെൻറ്റ്സൊക്കെയാണ് നമുക്ക് ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞ് ബാക്കി ഡോക്ടേഴ്സിനെ അവെയർ ആക്കിയിട്ട് ഈ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നല്ലതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ലെവലിലൊക്കെ PEDSEL എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഈ കേസുകളുടെ എണ്ണം കൂടി വന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ PCR അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ടോ? അത് സ്വാഭാവികമായിട്ടും മലബാർ ഏരിയ, ഇപ്പം നമുക്കറിയാം കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട് ഇത്രയും ജില്ലകൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണ, ഫോക്കസ് ചെയ്യണ ഒരു ഏറ്റവും നല്ല ഡോക്ടർമാർ, ഏറ്റവും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ആ കോഴിക്കോട് ഒന്നും കൂടി എംപവർ ചെയ്തിട്ട് ഈ സംവിധാനങ്ങളൊക്കെ വരേണ്ട
അതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അത് വളരെ പ്രോത്സാഹജനമാണ്. അപ്പം ആ രീതിയിൽ എത്രയും പെട്ടെന്ന് മലബാറിൽ അങ്ങനെ ഒരു സെൻറ്റർ കോഴിക്കോട് വരണം എന്ന് തന്നെയാണ് നമ്മൾ ഡോക്ടർമാരുടെ ഒക്കെ ഒരു ആഗ്രഹവും നമ്മളത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. സർക്കാർ തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, നയതന്ത്ര തല ഇത് നയരൂപീകരണ തലത്തിലൊക്കെ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഡോക്ടർ ഇതുവരെ സംസാരിച്ചത്. പൊതുജനങ്ങൾ ഇങ്ങനെയൊരു ചർച്ച, ഇങ്ങനെയൊരു വ്യാപകമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ സംജാതമായ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ വീട്ടിലും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മുൻകരുതലുകൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങൾ പ്രാഥമികമായിട്ട് ഇപ്പം ഗവൺമെൻറ് തന്നെ ഒരു പ്രോഗ്രാം ജലമാണ് ജീവിതം എന്നുള്ള ഒരു നല്ലൊരു ക്യാമ്പയിനോട് കൂടി ഒരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ, NSS വോളണ്ടിയേഴ്സ്, അതുപോലെ വീടുകളിലൊക്കെ ജലം ശുദ്ധമായിട്ട് ഉപയോഗിക്കുക. ടാപ്പിലാണെങ്കിലും അല്ലാതെ കിണറിലാണെങ്കിലും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്തിട്ട് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലബാർ ജില്ലകളിലൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടും പാനീയം കൊണ്ടും സ്നേഹം വിളമ്പുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ കല്യാണത്തിൽ ഉപയോഗിക്കുന്ന ഐസ്, ഇതൊക്കെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ, അതേപോലെ ടൈഫോയിഡ്, വളരെ വിരളമായിട്ട് ചിലപ്പോൾ ഒരു കോളറ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അമീബ മാത്രമല്ല, ഈ അസുഖങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, മൂക്കിലൂടെയാണ് കയറുന്നത്. പാനീയം കൂടെ ഒരിക്കലും അമീബ വരില്ല, പക്ഷേ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ഈ പറഞ്ഞ ടൈഫോയിഡൊക്കെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പം കറക്റ്റായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. ആശമാർ വീട്ടിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ GPHN വീട്ടിൽ വരുന്ന സമയത്ത് അവരെ മുഖവിലൊക്കെ എടുത്തിട്ട് അവർ പറയുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് ആ ഇടവിട്ടിട്ട് തന്നെ കറക്റ്റായിട്ട് ക്ലോറിനേഷൻ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ സേഫാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സർവൈലൻസ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പിന്നെ ജനങ്ങളെയും അവബോധം ഉണ്ടാക്കുക. ഏർലി വാർണിംഗ് സൈൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഈ ജനസാന്ദ്രത കൂടുതലെന്ന് പറയുമ്പം ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ആക്സസിബിലിറ്റിയാണ്. നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. ആളുകളെ പോയി മീൻസ് ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആണെങ്കിലും പ്രൈവറ്റ് ക്ലിനിക്സ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും നമുക്ക് വ്യാപകമായിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ പോയാലും, പ്രത്യേകിച്ച് UK US ഒരു ഫാമിലി ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ അടുത്തൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരാൾക്ക് ഒരു മിനിമം രീതിയിൽ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ ഇന്ന് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ന്യൂറോളജിസ്റ്റിനെ കാണണമെങ്കിലും അതിന് സ്കോപ്പിലൊരു നാടാണ്. അപ്പോൾ നല്ലൊരു ആരോഗ്യ സംവിധാനമാണ്. നമ്മൾ ശരിക്കും ഗിഫ്റ്റഡ് ആണ്. നമ്മൾ പല ആൾക്കാർ, ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പോൾ UK ഉണ്ട്. അവരൊക്കെ നിരന്തരമായിട്ട് പറയുന്ന ഈ കംപ്ലയിൻറ്റ് നമ്മളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു ഒരു സംവിധാനം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്, യാതൊരു സംശയവുമില്ല. ഈ ചില ഇതിനോടനുബന്ധിച്ച് വരുന്ന ചില മിസ്ഇൻഫർമേഷൻ ഉണ്ടല്ലോ. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെയൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നു. ഇപ്പോൾ എല്ലാ കുളങ്ങളും അടച്ചിടണം, കുളത്തിൽ തീരെ കുളിക്കരുത്, അങ്ങനെ തുടങ്ങിയ ചില, അതല്ലെങ്കിൽ ഷവറിൽ നിന്ന് കുളിച്ചാൽ ഇങ്ങനെയുള്ള ചില മിസ്ഇൻഫർമേഷൻസും കൂടി വ്യാപകമായി പ്രചരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടി. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ വളരെ റാഷണലായിട്ടായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ശാസ്ത്രമാണ്. അത് ഇപ്പം നമ്മൾ H2O എന്ന് പറയുന്നത് അത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. അമിതമായി വെള്ളം കുടിച്ചാലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യണം. ഇതിൽ ആളുകൾ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരവാദിത്തമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് ശാസ്ത്രീയമായിട്ട് ആരോഗ്യവകുപ്പ് ഇറക്കുന്ന നിർദ്ദേശങ്ങൾ? കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇൻസ്റ്റാഗ്രാമും പിന്നെ ഈ മിനിസ്ട്രീൻ്റെ വെബ്സൈറ്റും അവർക്ക് ഫേസ്ബുക്ക് പേജും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അത് മാത്രം നമ്മൾ പ്രചരിപ്പിക്കുക. അല്ലാതെ കുറേ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മുറിവൈദ്യന്മാരും ഈ ഹീലേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. പല വ്യാജന്മാരും ഈ മേഖലയിലുണ്ട്. അവർക്ക് വേണ്ട രീതിയിൽ പലപ്പോഴും പൊതുജന ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കത്തി നിൽക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പം അതിനെ വളച്ചൊടിക്കാൻ വെസ്റ്റഡ് ഇൻട്രസ്റ്റുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അക്യുപങ്ക്ചർ കുറച്ച് ലോബികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ മാതിരി ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ ഒരു 20-30 ദിവസം മാത്രം ട്രെയിനിങ് കിട്ടിയിട്ട് ഇത്രയും ഒരു വലിയ തുക അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത് അതിൻ്റെ ഒരു കോൺവെക്കേഷനൊക്കെ വലിയ രീതിയിൽ നടത്തി സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ മരുന്നുകൾ നിർത്താൻ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വെസ്റ്റഡ് ഇൻട്രസ്റ്റുള്ള ആൾക്കാരെയും അത് ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇങ്ങനത്തെ ആൾക്കാരെ പ്രോഗ്രാംസിലൊന്നും അവർ പോകാൻ പാടില്ല.
അവരത് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. കാരണം TCMC രജിസ്ട്രേഷനിലെ ആൾക്കാർ മാത്രമേ പ്രാക്ടീസ് ചെയ്യാമെന്നില്ല. ആ ലോ എൻഫോഴ്സ്മെൻറ്റും ഇതിൽ മസ്റ്റാണ്. അതിൻ്റെ രീതിയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഈ കാര്യങ്ങൾ ആൾക്കാർ എടുത്ത് പറയുന്ന സമയത്തും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് എതിർത്ത് തിരിച്ച് എല്ലാവരും, കാരണം ഇതിൽ ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ മിനിസ്ട്രിയിലെ ആൾക്കാരോ മാത്രമല്ല, നല്ല സയൻറ്റിഫിക് കാലിബറിലെ എല്ലാവരും, കാരണം ഇത് സയൻസാണ്. 1+1=2 എന്ന് പറയുന്ന മാതിരി തന്നെ എല്ലാ കാര്യവും വളരെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് മോഡേൺ മെഡിസിൻ. സൈഡ് എഫക്റ്റ് പോലും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത് രേഖപ്പെടുത്തുന്നതുകൊണ്ടാണ് അവിടെ ഉള്ളത്. വേറെ ചില സ്ട്രീംസിൽ നോക്കുകയാണെങ്കിൽ ഇവൻ അതുപോലും ഇല്ല. കാരണം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഉത്ഭവിച്ച വേറെ ആൾട്ടർനേറ്റീവ് സ്ട്രീംസ് ഇവിടുന്ന് റിസർച്ച് ചെയ്താലേ അത് ഡോക്യുമെൻ്റ് ആവുള്ളൂ. അത് ഡോക്യുമെൻ്റ് ആവാത്തോടത്തോളം കാലം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സായിപ്പ് നമുക്ക് ഒന്നും ചെയ്യില്ല. കാരണം അവർ കൂടുതൽ മോഡേൺ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഡ്രഗ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെല്ലോടത്തും എത്തും, അതിൽ യാതൊരു സംശയമില്ല. കാരണം അത് മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് കൊണ്ടുപോകും. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം 2015 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള പിന്നെ 22U എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ഒരു നാച്ചുറൽ ഫാർമസിസ്റ്റ് ഉണ്ട്. അവർ ആർട്ടിമിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡെറിവേറ്റീവ് മലേറിയക്ക് മലമ്പനിക്ക് കൊടുക്കുന്ന ഡ്രഗ് അവർ കണ്ടുപിടിച്ചതാണ്. അത് ഈ പറഞ്ഞ നമ്മൾ ആയുർവേദം പോലെ സമാനമായിട്ടുള്ള ഒരു നാച്ചുറോപ്പതി അല്ലെങ്കിൽ ആയുർവേദം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രീമിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവമാണ്. പക്ഷെ ആയിക്കഴിഞ്ഞ് അത് ലേബലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു കണ്ടൻസ് ഉണ്ടെങ്കിൽ അത് സയൻസിൻ്റെ ഭാഗമായി. അതാണ് മോഡേൺ സയൻസ്, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പം കല്ലും നെല്ലൊക്കെ വളരെ പെർഫെക്റ്റാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. റൈറ്റ്. ഏതായാലും അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമായി പടരുന്നുണ്ട് എന്നൊരു ചർച്ചയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മരണങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ ചുറ്റുപാടും ഇതിൻ്റെ അണുക്കൾ ചുറ്റുപാടും പലയിടത്തും ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കാൻ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ശരീരത്തിൽ എത്താതിരിക്കാൻ വേണ്ട മുൻകരുതലുകളെക്കുറിച്ച്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച്, അതിൻ്റെ ശാസ്ത്രം, അതിനെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയാണ് ഡോക്ടർ ചെയ്തത്. ഡോക്ടർ വളരെ നന്ദി ഈ അവസരത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.